ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ അവസാന മാസങ്ങളിൽ എന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സാണ് കീം എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്പർ 1 എന്ന് പറയുന്നത്, ഈ സമയങ്ങളിൽ നമ്മളിങ്ങനെ പറയാണ് ലൈക്ക് ഈ ചാപ്റ്റർ ഇത്രയും മണിക്കൂർ കൊണ്ട് ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറില്ലേ. ചിലർക്കത് വർക്ക് ചെയ്യും ഗൈസ്, അത് ശരിയാണ്, ചിലർക്കത് വർക്ക് ചെയ്യും. ചിലർ പറയും ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ പഠിച്ച് തീരും, ആ ചാപ്റ്റർ അടിപൊളിയായിരിക്കും. യെസ് ഗൈസ്, അതൊക്കെ ചിലർക്ക് വർക്ക് ചെയ്യും. പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല. ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം അത് നടക്കത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ പഠിക്കുക, അങ്ങനെയല്ല. അതായത് നമുക്ക് തോന്നുമ്പം നമുക്ക് പഠിക്കുക. ആൻഡ് നമ്മളിപ്പം പഠിക്കാനിരുന്നു, ഇങ്ങനെ നിശ്ചിത സമയമൊന്നും ഇല്ലായിരുന്നു എൻ്റെ പഠിത്തത്തിൽ. ഞാനിങ്ങനെ ഇരിക്കും, പഠിക്കും, കുറേ നേരം പഠിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. സോ ഞാൻ കിടന്നുറങ്ങും, പിന്നെ ഞാൻ എഴുന്നേൽക്കും, വീണ്ടും പഠിക്കും. ആൻഡ് ദെൻ പിന്നെ എനിക്ക് ബോറടിക്കും, പിന്നെ ഞാൻ കുറച്ച് നടക്കാൻ പോകും. മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ സമയങ്ങളിൽ ഫോൺ ഇച്ചിരി നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, കാരണം ഫോൺ എടുത്താൽ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യും, സ്വാഭാവികം. ആൻഡ് നമ്മുടെ കോൺസെൻട്രേഷൻ വിട്ടുപോകും. സോ ഈ സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ഹൈലി ഉണ്ടായിരിക്കണം, കോൺസെൻട്രേഷൻ നല്ലോണം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ സമയങ്ങളിൽ, അതായത് ഈ 3 മാസം എങ്കിലും നിങ്ങൾ ഫോൺ ഒന്ന് മാറ്റി വെക്കുക. ഫോൺ അച്ഛനമ്മയുടെ കയ്യിൽ കൊടുത്തു, നമുക്കിനി അത് ആവശ്യമില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റഗ്രാം ഒന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം ഫോൺ മാറ്റി വെക്കുക ഈ സമയങ്ങളിൽ. ഈ ഒരു 3 മാസമേ ഉള്ളൂ. ഈ 3 മാസം നമ്മൾ നല്ലോണം പഠിച്ച കേസ് നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടും. ഈ 3 മാസം പഠിച്ചാൽ മതി. 3 മാസം ഞാൻ പറയട്ടെ, ഈ 3 മാസം നിങ്ങൾ PYQ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പറ്റാവുന്നത്രയും ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടും. ഞാൻ പറയാം, നല്ലൊരു റാങ്ക് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഫോൺ അങ്ങ് മാറ്റി വയ്ക്കുക, ആ ഇൻസ്റ്റഗ്രാം അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. ഈ ഒരു 3 മാസത്തേക്ക് വേണ്ടി മാത്രം, ജസ്റ്റ് 3 months ഉള്ളി. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾ കോളേജിൽ പോയി അടിച്ചു പൊളിച്ചൊക്കെ, കോളേജിൽ ഞാൻ പറയട്ടെ അടിച്ചു പൊളിക്കുക. ഫുൾ സീറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ബ്രോ, അവിടെ ഡെയിലി അടിച്ചു പൊളിയാണ്, ഡെയിലി. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ദീസ് 3 months പ്ലീസ്. ഓക്കെ, പിന്നെ പറയാൻ പോണത്, നിങ്ങളിങ്ങനെ ലൈക്ക് ചിലവർക്ക് നിശ്ചിത സമയത്ത് പഠിച്ച് 24 minutes പോമഡോറോ എന്നൊക്കെ പറയും. 25 മിനിറ്റ് പഠിച്ചിട്ട് 2 മിനിറ്റ് ബ്രേക്കിനൊക്കെ പോകും. അങ്ങനെയൊക്കെ പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ അങ്ങനെ പഠിച്ചോ. ചില എന്നെപ്പോലുള്ള മനുഷ്യർ മീൻസ് ഇങ്ങനെ സമയപരിധിയൊന്നുമില്ല, എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് പഠിച്ചോളും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോവും, തോന്നുമ്പോഴേ പഠിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ചിലവരുണ്ട്. എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചിരിക്കണം. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ ഇത്രയും സമയം മാത്സിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഇത്രയും സമയം ഫിസിക്സിന് വേണ്ടി, ഇത്രയും സമയം കെമിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് എപ്പോഴാണെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കാം, രാവിലെ ഇരുന്ന് പഠിക്കാം, എപ്പോൾ വേണേലും നിങ്ങൾ പഠിച്ചോ, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, എങ്ങനെ വേണേലും പഠിച്ചോ, എപ്പോൾ വേണേലും പഠിച്ചോ, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം, PYQs ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ NCERTയിലെ കെമിസ്ട്രി നല്ലപോലെ വായിച്ചേക്കണം. അതിന്ന് ഇടയ്ക്കുന്നുള്ള ചില കൺസെപ്റ്റ്സൊക്കെ ഉണ്ട്. ആ കൺസെപ്റ്റ്സൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ കൺസെപ്റ്റ്സൊക്കെ നമ്മുടെ തലയിൽ ഉറച്ച് നിൽക്കണമെങ്കിൽ ഈ കെമിസ്ട്രി വായിച്ചേ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ ഗൈസ്, നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുമായിട്ടൊന്നും നമ്മുടെ മാർക്കോ നമ്മുടെ പഠന രീതിയോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മുടെ എല്ലാം ഫൈനലി വരുന്നത് ആ സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ, അത് എക്സാം ഹോളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മുടെ ഭാഗ്യവും നമ്മൾ പഠിച്ചതെല്ലാം അതും എല്ലാം കൂടെ ആ ഒരു സമയത്ത് നമുക്ക് എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഈ കമ്പാരിസണൊക്കെ നോർത്ത് ഇങ്ങനെ കമ്പാരിസൺസൊക്കെ നടത്തി നമ്മൾ ഡിപ്രഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തായാലും ഡിപ്രഷനാണല്ലോ കൂടുതലടിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, മറ്റുള്ളവരുടെ നോക്കിയിട്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല കേസ്. നമ്മുടെ നോക്കി വിലയിരുത്താം. നമ്മളിപ്പം 1 മാസം പഠിച്ചിട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ റാങ്ക് കൂടിയോ, മോക്ക് ടെസ്റ്റിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി ഗൈസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞാൻ കുറച്ച് PYQസും പിന്നെ കുറച്ച് ട്രിക്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. സോ സബ്സ്ക്രൈബ് ആൻഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.